എമ്പുരാൻ റിലീസിന് മുമ്പ് ഈ ചാനലിൽ വന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു, ഇതൊരു വിഷ്വൽ സ്പെക്ടാക്കിൾ ആവുന്നതിൽ സംശയമില്ല, പക്ഷേ അതിനൊപ്പം ഒരു ഇമോഷണൽ കണക്ഷൻ കൂടി ഉണ്ടെങ്കിൽ പടം വളരെ വലിയ വിജയമാവുമെന്ന്. എമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മിസ്സായി തോന്നിയതും അതേ കണക്ഷനാണ്. കഥ കൊണ്ടും ക്യാരക്ടേഴ്സ് കൊണ്ടും എല്ലാം വളരെ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒരു ബേസിക് ഹ്യൂമൻ ലെവലിൽ ഇമോഷൻ കണക്ട് ചെയ്യാൻ പറ്റാതെ പോയി എന്നാണ് എനിക്ക് എമ്പുരാൻ കണ്ടിറങ്ങിയപ്പോൾ തോന്നിയത്. പക്ഷേ പടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഡിസപ്പോയിൻമെൻറ്റിനേക്കാൾ കൂടുതൽ ഫ്രസ്ട്രേഷൻ ആയിരുന്നു. കാരണം ഒരുപാട് വലിയ മൊമെൻറ്റ്സിന് സ്കോപ്പുള്ള ബട്ട് അതെല്ലാം എങ്ങനെയോ മിസ് ചെയ്തൊരു സിനിമയായിരുന്നു എനിക്ക് എമ്പുരാൻ. സോ ഇൻ ദിസ് വീഡിയോ ഐ ആം ഗോണ ടോക്ക് അബൌട്ട് വൈ എമ്പുരാൻ ഈസ് എ ഹ്യൂജ് മിസ്. ലൂസിഫറിലെ ഇവൻസിന് ശേഷം എമ്പുരാനിലേക്ക് വരുമ്പോൾ 3 സബ് പ്ലോട്ട്സിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഒന്ന്, ഇന്ത്യയിലെ പേര് പറയാൻ പാടില്ലാത്ത ഒരു കലാപവും അതിലൂടെ സയ്യിദ് മസൂദിൻ്റെ റിവെഞ്ച് പ്ലോട്ടും. അതുപോലെ MIA, ഇന്റർപോൾ പോലുള്ള ഇന്റർനാഷണൽ ഏജൻസീസ് ഖുറേഷി എബ്രഹാം ഗ്യാങ്ങിനെ തകർക്കാനായി നീങ്ങുന്ന ഒരു പ്ലോട്ടും. അവസാനമായി കേരള പൊളിറ്റിക്സിലേക്ക് ജതിൻ രാംദാസ് ബാബ ബൽദേവിനെ കൊണ്ടുവരുന്നതും അതിനെതിരെ ഉള്ള റെസിസ്റ്റൻസും എല്ലാമായി പോകുന്ന ഒരു മെയിൻ പ്ലോട്ടുമാണ് ഈ സിനിമയുടെ കഥ. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നത് നീ ചെയ്തോളൂ. PK രാംദാസിന്റെ മകൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനും ചെയ്യും. കഥ അത്ര കോംപ്ലിക്കേറ്റഡ് ആയ ഒന്നല്ലെങ്കിലും ഈ ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സും ഇൻഫർമേഷൻസും ആവശ്യമില്ലാതെ കഥയെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുമുണ്ട്. സ്റ്റിൽ പടത്തിൽ അവിടെ ചില ഹൈ മൊമെന്റ്സ് ഉണ്ടെങ്കിലും മൊത്തത്തിൽ ആദ്യം പറഞ്ഞ ഇമോഷണൽ കണക്ഷൻ ഒന്നിനോടും തോന്നാത്തതാണ് എമ്പുരാൻ്റെ മെയിൻ പ്രശ്നമായി എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ വലിയൊരു ലെഡ് ഡൗൺ ആയിരുന്നു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഈ വീഡിയോസിൽ യൂസ് ചെയ്യുന്ന മ്യൂസിക് ട്രാക്സ് എവിടെ നിന്നാണെന്ന് കുറേ പേർ ചോദിക്കാറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പിഡമിക് സൗണ്ട് എന്ന പ്ലാറ്റ്ഫോമാണ്. ഇതിൽ വളരെ വലിയൊരു മ്യൂസിക് ആൻഡ് സൗണ്ട് എഫക്ട്സ് ലൈബ്രറി തന്നെയുണ്ട്. നമുക്ക് വേണ്ട മൂഡ് വെച്ചും ഇൻസ്ട്രുമെൻ്റ് വെച്ചും ജോണർ വെച്ചും എല്ലാം മ്യൂസിക് സെർച്ച് ചെയ്യാം. നിങ്ങൾ പ്രീമിയർ പ്രോയോ ഡാൻസ് റിസോൾവോ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന ഒരു പ്ലഗിനും ഇവർക്കുണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് മ്യൂസിക് ആൻഡ് SFX റെക്കമെൻഡ് ചെയ്യുന്ന AI ഫീച്ചർ എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്താൽ 7 days ഫ്രീ ട്രയൽ കിട്ടുന്നതാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ചെക്ക് ദ ഡിസ്ക്രിപ്ഷൻ. ലൂസിഫറിൽ ഒരു ക്ലിയർ വില്ലനും അയാളുടെ ക്യാരക്ടറും മോട്ടീവും എല്ലാം ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ എമ്പുരാനിലേക്ക് വരുമ്പോൾ കബൂഗ, കാർട്ടൽ, ഇന്റർപോൾ, ജതിൻ, ബാബ ബൽദേവ് അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരിൽ ആർക്കും ഒരു ഇൻഡെപ്ത് ക്യാരക്ടറോ മോട്ടീവ്സോ ഉള്ളതായി എനിക്ക് തോന്നിയില്ല. അതുപോലെ ഭയങ്കര ലേസി റേറ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യമാണ് ജതിൻ്റെ നെഗറ്റീവ് ഷെയ്ഡ്. ലൂസിഫറിൽ ടൊവിനോയെ കൊണ്ടുവരുന്നത് മുതൽ ദ ഹോൾ തിങ് വാസ് സ്റ്റീഫൻസ് ഐഡിയ എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്ത് എമ്പുരാന്റെ തുടക്കത്തിൽ തന്നെ ജതിനൊരു കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ക്യാരക്ടറായി മാറിയത് വാസ് ലിറ്റിൽ ഹാർഡ് ടു ഡൈജസ്റ്റ്. ചേട്ടൻ്റെ ഈ പ്രസംഗം കേട്ടിരിക്കാൻ, പറയുന്നതൊക്കെ അനുസരിക്കാൻ ആ പഴയ ജതിനല്ല ഇന്ന് ഞാൻ. ഓൾസോ ക്ലൈമാക്സ് ആണ് എമ്പുരാൻ്റെ ഏറ്റവും ലോ പോയിന്റ്. കഥാപരമായും ക്യാരക്ടേഴ്സ് ആയാലും ഒരു തരത്തിലും മാച്ച് ആവാത്ത ഒരു സീക്വൻസ് ആയിരുന്നു അവസാനത്തെ ഫൈറ്റ് സീൻ. ഇത്രയും വലിയ നെക്സസ് ആയിരുന്നിട്ടും 23 കൊല്ലം ഈ ഒരു റിവെഞ്ച് തീർക്കാൻ കാത്തിരിക്കേണ്ട ആവശ്യം എന്താണ്? അതുപോലെ തന്നെ ഇത്രയും വലിയ നാഷണൽ പാർട്ടിയുടെ ഭാഗമായ ഒരാൾ 10-20 ഗുണ്ടകളെയും കൊണ്ട് ഫൈറ്റിന് വരുമോ എന്ന ചോദ്യമെല്ലാം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. എല്ലാത്തിനും മുകളിൽ എബ്രഹാം ഖുറേഷിക്ക് ബേസിക്കലി പടത്തിലുടനീളം ഒരു ലോ പോയിന്റ് പോലും അല്ലെങ്കിൽ ഒരു ഡൗൺഫോൾ പോലും സംഭവിക്കുന്നില്ല. അയാളെപ്പോലെ ഒരു ക്യാരക്ടറിന് എതിരെ നിൽക്കാൻ പറ്റിയ ഒരു വില്ലൻ ക്യാരക്ടർ ആയിരുന്നില്ല ബാബ ബൽദേവ്. എമ്പുരാനിൽ വളരെയധികം മിസ് ചെയ്തൊരു കാര്യവും ഒരു സ്ട്രോങ് ആന്റഗോണിസ്റ്റാണ്. ലൂസിഫറിൽ മുരളി ഗോപിയും പൃഥ്വിരാജും ബിൽഡ് ചെയ്ത ഒരു വലിയ ഡെപ്തുള്ള വേൾഡ് ഉണ്ടായിരുന്നു. അതിനു മുകളിൽ ഡെപ്തുള്ള ക്യാരക്ടേഴ്സും അതിനു മുകളിൽ മിസ്റ്ററീസ് ഉള്ള അങ്ങനെയൊന്നും പിടിതരാത്ത സ്റ്റീഫൻ ഖുറേഷി എബ്രഹാം എന്ന ക്യാരക്ടറും ഉണ്ടായിരുന്നു. പക്ഷേ എമ്പുരാനിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പ്രശ്നം എനിക്ക് തോന്നിയത് ആ ക്യാരക്ടറിൻ്റെ മിസ്റ്ററി തന്നെ ഇല്ലാതായി എന്നതാണ്. ഖുറേഷി എബ്രഹാമിൻ്റെ ക്യാരക്ടർ വളരെ സബ്റ്റിലായ പവർഫുള്ളായ ഒരു വേൾഡ് വൈഡ് നെക്സസ് ആയാണ് ലൂസിഫറിൽ ട്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ ആ ഒരു പവർ ഒരുപാട് ലോ ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ഇൻട്രോ സീൻ്റെ കാര്യം തന്നെ എടുക്കാം. ആ ഒരു സീൻ തുടങ്ങിയപ്പോൾ അത് പൃഥ്വിരാജിൻ്റെ ഇൻട്രോ ആണെന്നാണ് ആക്ച്വലി ഞാൻ വിചാരിച്ചത്. കാരണം ആ ഒരു സീനിലെ കോൺഫ്ലിക്റ്റ് ഡീൽ ചെയ്യാൻ ഖുറേഷി എബ്രഹാം വരേണ്ട കാര്യമേ ഉള്ളതായി എനിക്ക് തോന്നിയില്ല. അതുപോലെ ഗോവർദ്ധനോട് സംസാരിക്കുമ്പോഴും എല്ലാത്തിനും മുന്നിൽ ക്ലൈമാക്സ് ഫൈറ്റും നമ്മൾ ലൂസിഫറിൽ കണ്ട ക്യാരക്ടറുമായി തീരെ മാച്ച് ആവാത്ത ഒന്നായിരുന്നു.
എമ്പുരാൻ കണ്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഓടിയിരുന്നത് ഇപ്പോൾ ഉള്ള അതേ പടം എഡിറ്റിങ്ങിൽ കൂടെ മാത്രം ഈസിലി ബെറ്ററാക്കാമായിരുന്നു എന്നാണ്. ഫോർ എക്സാമ്പിൾ, ലൂസിഫറിൻ്റെ അവസാനം കേരളം വിട്ടുപോയ സ്റ്റീഫൻ നമ്മളെ സംബന്ധിച്ച് ഒരു ഗോസ്റ്റാണ്. അയാൾ എവിടെയാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. എമ്പുരാൻ്റെ ഓപ്പണിങ്ങിലും ആ ഒരു ഗോസ്റ്റ് മോഡ് നിലനിർത്തണമായിരുന്നു. പടത്തിൽ ടൊവിനോ ബാബയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ പാർട്ടി വന്നാൽ കേരളത്തിന് വലിയ വിപത്താണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം കാണിക്കുന്ന ഇന്റർപോൾ ട്രാക്ക് ഈസിലി ഒഴിവാക്കാമായിരുന്നു എന്നാണ്. അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം അടുത്ത സീനിൽ കിഷോറിന്റെ ക്യാരക്ടർ ഗോവർദ്ധനോട് പറയുന്നുണ്ട്. ലാസ്റ്റ് 72 hours എപ്പോഴോ വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു ഡ്രഗ് കാർട്ടലിനെതിരെ കെ ഗ്രൂപ്പ് ഒരു ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ആ ഓപ്പറേഷൻ്റെ ഇടയിൽ ദ കെ നെക്സസ് കിൽഡ് ആൻ ഇന്റർപോൾ ഏജന്റ്. സോ അങ്ങനെ ആ ഇൻഫർമേഷൻ കൺവേ ചെയ്യാമായിരുന്നു. അവിടെ ഖുറേഷി ഇബ്രാഹിമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം അയാളെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഗോവർദ്ധൻ നടത്തുന്ന ശ്രമങ്ങളും. So Stephen, if you're out there, if you're listening to this, come back. Save your land. അതിനിടയിൽ പ്രിയദർശിനി ജതിന് ഒരു ഓപ്പോസിഷനായി വരുന്നതും കബൂഗ കെ എ മീറ്റിംഗിലും അയാളെ കാണിക്കാതെ ആ ഒരു ഓപ്പറേഷനിൽ സ്റ്റീഫൻ മരിച്ചെന്ന വാർത്ത കേരളത്തിലെത്തി. ഇനി ബാബയ്ക്കും ജതിനും പേടിക്കാനൊന്നുമില്ല എന്ന അവസ്ഥയിൽ പ്രിയദർശിനിയെ കൊല്ലാൻ ആളെ വിടുമ്പോൾ ആ ഒരു ഫൈറ്റ് സീനിലായിരുന്നു ഖുറേഷി എബ്രാഹിമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ അത് ജസ്റ്റ് ഒരു വിഷ്വലി അപ്പീലിംഗ് ആയ ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്നും ഒരുപാട് ഉയരത്തിൽ ഇമോഷണലി കണക്ട് ആവുന്ന ഒരു ഇൻട്രോ ആയിരുന്നേനെ. ഓൾസോ പടത്തിൻ്റെ മെയിൻ ഇൻഫോ ഒന്നും പോവാതെ തന്നെ ഈസിലി ഒരു 20 മിനിറ്റ് ട്രിം ആവുകയും ചെയ്യായിരുന്നു. ഒരു എഡിറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് അനോയിങ് ആയി തോന്നിയ കാര്യമാണ് ഒരുപാട് ആവശ്യമില്ലാത്ത എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്സ്, ഫില്ലർ സീൻസ് അല്ല. മിക്ക സീനിലും കാർ വരുന്നതോ അല്ലെങ്കിൽ ലൊക്കേഷൻ കാണിക്കുന്നതോ ആയ കുറച്ച് ഷോട്ട്സ് ഉണ്ടായിരിക്കും. സിനിമയുടെ കഥയ്ക്കോ ഫ്ലോയ്ക്കോ ഇതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഗോവർദ്ധൻ കെ എ കാണാൻ വേണ്ടി പോകുന്ന സീക്വൻസും ഇൻ്റർവ്യൂവിന് ശേഷം ഓപ്പൺ ചെയ്യുന്ന സീനും അങ്ങനെ കഥയിൽ പുതിയൊരു ഇൻഫോ ഒന്നും തരാത്ത ഒരുപാട് സീനുകൾ എമ്പുരാനിലുണ്ട്. അതിനോ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കണ്ട് ഇത് പറയാൻ എളുപ്പമാണ്. ഇത് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ഡയറക്ടർക്കും റൈറ്റർക്കും വേറെ ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കാം. പക്ഷേ ആസ് ഒരു വാണബി ഫിലിം മേക്കർ ഐ തിങ്ക് സിനിമ വർക്കായതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എന്തുകൊണ്ട് വർക്കായില്ല എന്ന് മനസ്സിലാക്കുന്നത്. സ്റ്റിൽ എമ്പുരാൻ അവസാനിച്ചപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ വില്ലനും ആ സീക്വൻസും എനിക്ക് ആക്ച്വലി വർക്കായി. എങ്കിലും ടോട്ടാലിറ്റിയിൽ പടം ലോ ആയതുകൊണ്ട് മിക്കവർക്കും അതത്ര ഇംപ്രസീവ് ആയിരിക്കില്ല. അബ്രഹാം, ഖുറേഷി, അബ്രഹാം. ഇനി തേർഡ് പാർട്ട് അസ്രയേൽ വരുന്നുണ്ടെങ്കിൽ അത് ഡെപ്തുള്ള ഫോക്കസ്ഡായ സ്പെക്ടാക്കിളിനുള്ളിൽ ഇമോഷണൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒന്നാവണേ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു.